ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. സൂര്യനേ ക്രിസ്തേശുവേ എന്നീതിയിൻ സൂര്യനേ, മേഘങ്ങളിൻ പിന്നിൽ നീ മറയാതിന്നു ഏകമായി കാക്കേണമേ. മാനസം നിന്മേലുള്ളോർ നോട്ടത്തിൽ, എൻ മാനസം നിന്മേലുള്ളോർ നോട്ടത്തിൽ. മരണാനന്തര ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത് സഹോദരൻ ജോൺ പി തോമസും സഹോദരൻ ജോൺ സെബാസ്റ്റ്യനും. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മൂലം അവന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ആ നേട്ടങ്ങള് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണത്താൽ ഉണ്ടായ നേട്ടങ്ങൾ അത് വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് വായിക്കാവോ? വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഇത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ തന്നെ. ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. പൗലോസ് കൊരിന്ത്യ വിശുദ്ധന്മാർക്ക് എഴുതുന്നു, അവർക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഞാൻ വായിക്കാം. അത് 21. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കുക, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. നിങ്ങൾക്കുള്ളത് ആ സകലവും. പൗലോസും കേഫാവും ശുശ്രൂഷകന്മാരൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ലോകം നിങ്ങൾക്കുള്ളതാണ്. ജീവൻ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോഴുള്ളത് നിങ്ങൾക്കാണ്. വരുവാനുള്ളത് നിങ്ങൾക്കാണ്. അപ്പോൾ വിശുദ്ധന്മാർക്കുള്ള പട്ടികൾ പൗലോസ് വെളിപ്പെടുത്തിയപ്പോൾ ഒരു സ്ട്രേഞ്ച് പദപ്രയോഗമുണ്ട്. മരണമോ നിങ്ങൾക്കുള്ളതാണ്. മരണവും ക്രിസ്തു വിശ്വാസികൾക്കുള്ളതാണെന്ന് എന്നാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ലോകമോ ജീവനോ മരണമോ നിങ്ങൾക്കുള്ളതാണ്. അതതിന്റെ അർത്ഥം എന്താണ്? മരണം വിശുദ്ധന്റെ അവകാശമാണെന്ന്. അത് ശരി. എന്തൊരു വ്യത്യാസമാണ് കാഴ്ചപ്പാടിന്. മനുഷ്യനെ ഭയപ്പെടുത്തിയിരുന്ന മരണം, മനുഷ്യന്റെ ശത്രുവായിരുന്ന മരണം, ഇവിടെ പൗലോസ് എഴുതുമ്പോൾ, വിശുദ്ധന്റെ ഇൻവെന്ററി എഴുതുമ്പോൾ, അവന്റെ അവകാശങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ, അവകാശത്തിന്റെ പട്ടികയിൽ മരണവും നിങ്ങൾക്കുള്ളതാണെന്ന് പൗലോസ് എഴുതുന്നു. ആ മരണം ഒരു അനുഗ്രഹമായിട്ട് വരികയാണ്. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം നമ്മൾ ചിന്തിച്ചാൽ യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച നേട്ടമാണ് എന്ന് പറഞ്ഞാൽ അതൊന്ന് വിശദീകരിക്കാം. ഒന്നാമത്, മരണം നമ്മളെ ഭയപ്പെടുത്തിയിരുന്നു. പഴയ നിയമത്തിലൊരു വാക്യം ഞാൻ വായിക്കാം. ആ വാക്യം ഇത് വളരെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനമാണ്. ഹോശിയ 13-ന്റെ 14-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നുണ്ട്, ഞാൻ അവരെ പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെ? അത് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഈ ഭാഗം നമുക്ക് വായിക്കാൻ കഴിയുന്നത് കുറച്ചുകൂടെ രസകരമായിട്ട് വായിക്കാൻ സാധിക്കും. നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കുരുതനത്തിൽ. മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിനൊരു വിഷമുള്ളുണ്ടായിരുന്നു. ഒരു തേനീച്ചയ്ക്ക് ഒരു മുള്ളുണ്ട്, ദോഷകരമുണ്ട്, എന്നെ കുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു തേനീച്ചയ്ക്ക് ഒന്നേ കുത്താനൊക്കത്തുള്ളൂ. ആ കുത്തുമ്പോൾ അതിൻ്റെ മുള്ള അവിടെ വെച്ചിട്ട് ഈച്ച അങ്ങ് പോവുക. ആ ഈച്ച പിന്നെ അങ്ങ് ചാകുക. ഈച്ച കുറെ കൂടെ ഒക്കെ കറങ്ങിയും പറന്നും ഒക്കെ കാണിക്കും, പക്ഷേ അതിന് പിന്നെ മുള്ളില്ല. മരണത്തിൻ്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാ വിഷമുള്ളത്? അത് യേശുക്രിസ്തുവിൻ്റെ ദേഹത്തെ തറച്ചു. അത് ശരി. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ ആ മരണത്തിന്റെ വിഷമുള്ള ഏറ്റവും ഒരു മരണമായിരുന്നല്ലേ? കാരണം അവന് സ്വാഭാവിക മരണം മരിക്കാൻ സാധിക്കില്ല. പാപത്തിന്റെ ശമ്പളമല്ലേ മരണം? അതെ. കർത്താവ് പാപം ചെയ്തിട്ടില്ലല്ലോ. ജന്മപാപമില്ല, കർമ്മപാപമില്ല. പിന്നെ അവൻ എങ്ങനെ മരിക്കും? എങ്കിലും കർത്താവ് മരിച്ചു. കാരണം പിതാവായ ദൈവം സകല മനുഷ്യരുടെയും പാപം അവന്റെ മേൽ ചുമത്തി. അങ്ങനെയുള്ള മരണം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപിയാക്കി എന്നല്ല, പാപമാക്കി. പാപത്തെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുക, വ്യക്തിയാക്കി പറഞ്ഞിരിക്കുക. ലോകത്തിന്റെ പാപം എവിടെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാം. താണ്ട ക്രൂശിൽ കിടക്കുന്നു. പാപമാക്കി. അവനെ പാപമാക്കിയപ്പോൾ പാപത്തിന്റെ ശമ്പളമായ മരണം അവൻ ഏറ്റെടുക്കുക. അവിടെ പാപത്തിന്റെ വിഷമുള്ള കുത്തിവെച്ചു മരണം. ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം ആസ്വദിച്ചു. മരണം എങ്ങനെ ഇരിക്കുമെന്ന് രുചി നോക്കുക അവന്.
ആസ്വദിച്ചയാളാണ് യേശു. ആസ്വദിച്ചാണ് ഈ ടേസ്റ്റഡ് ഡെത്ത് എന്ന്. മരണത്തിന്റെ ഭീകരത അവിടുന്ന് അനുഭവിച്ചു. മരണത്തിന് ഭീകരതയുണ്ട്, മരണത്തിന് ദാഹമുണ്ട്, മരണത്തിന് ഏകാന്തതയുണ്ട്, വേദനയുണ്ട്. പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ അയ്യോ കഷ്ടവും സങ്കടം അനുഭവിച്ചു. വേർപാടിന്റെ ഭീകരതയുണ്ടല്ലേ. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് നീ ചോദിച്ചു. പാതാളത്തിലെ ദാഹമുണ്ട്, എനിക്ക് ദാഹിക്കുന്നെന്ന് അവൻ കരഞ്ഞു. അവിടെ ഇരുട്ടുണ്ട്. 6 മണി നേരം തൊട്ട് 9 മണി നേരം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. നരകത്തിൽ എന്തെല്ലാം അനുഭവമുണ്ട് അതെല്ലാം ക്രൂശിൽ കിടന്നവൻ അനുഭവിക്കുക. മരണത്തിന്റെ ആ വേദന അനുഭവിച്ചു. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയത് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ഓ ഡെത്ത്, ഐ വിൽ ബി യുവർ പ്ലേഗ്. ഓ ഷിയോൾ, ഐ വിൽ ബി യുവർ ഡിസ്ട്രക്ഷൻ. അതിന്റെ മലയാള ഭാഷാന്തരം ഇങ്ങനെ പറയണം: മരണമേ ഞാൻ നിന്റെ ബാധയായിരിക്കും, പാതാളമേ ഞാൻ നിന്റെ സംഹാരകനായിരിക്കും. ഇതാര് പറയുന്നതായിട്ടാ? യേശുക്രിസ്തുവിന്റെ വാക്കുകൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. അല്ലയോ മരണമേ നിന്റെ ബാധ ഞാനായിരിക്കും, നിന്നെ നശിപ്പിക്കുന്ന ഞാൻ. അല്ലയോ പാതാളമേ നിന്റെ സംഹാരകൻ ഞാനായിരിക്കും. മരണത്തെയും പാതാളത്തെയും സംഹരിച്ചു കളഞ്ഞ, ബാധയാൽ നശിപ്പിച്ചു കളഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവാണ്. അനുഗ്രഹകരമായ ഒരു അവസ്ഥയാണ് മരണാനന്തര ജീവിതം. അതുകൊണ്ട് പൗലോസ് അത് തിരഞ്ഞെടുത്തു. നമ്മൾ ഓർത്തത് അതല്ലേ? തീർച്ചയായും. ഈ താൽക്കാലികമായത് മാറി നിത്യമായ ഒന്നിന്റെ അവകാശിയാകുന്നു. ഭൂമി മാറി സ്വർഗത്തിന് അവകാശിയാകുന്നു. ഈ ശരീരത്തിന്റെ ബലഹീനതകൾ മാറി അവന് ബലമുള്ളത് ധരിക്കാൻ പോകുന്നു. അവന്റെ സാന്നിധ്യം ക്രിസ്തുവിനോട് കൂടെയാകുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവൻ എത്തുന്നു. ഇത് കൂടുതൽ അനുഗ്രഹം എന്താ അവന് വേണ്ടി? ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ഈ മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഉള്ളായിരിക്കുന്ന നല്ല വെളിച്ചം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ വെളിപ്പാടുകൾ അനുസരിച്ച് ഒരാൾ പഠിക്കുമ്പോൾ അവന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും തീർച്ചയായിട്ടും അവൻ അതിൽ കൂടുതൽ അടിയുറയ്ക്കും, അവൻ ആശ്വാസം പ്രാപിക്കുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് മാത്രവുമല്ല, സാറ് മുമ്പേ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ മരണം അത് പാപപ്രായശ്ചിത്ത മരണമാണെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ഒരു ത്യാഗി മരണമാണ്, ഒരു അപകട മരണമാണ്, അല്ല രക്തസാക്ഷിയുടെ മരണമാണ്, വിപ്ലവകാരിയുടെ മരണമാണെന്നൊക്കെയാണ് ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷേ ആ മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടുള്ള മരണമായിരുന്നുവെന്നും ഈ പറഞ്ഞ ക്ലാസ്സിൽ നിന്നും മനസ്സിലാകാനിടയായി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് സധൈര്യം ചോദിക്കുവാൻ കഴിയും. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്ന് മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ: കർത്താവേ, അങ്ങയുടെ മരണം എൻ്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു.